ചൈനയ്ക്ക് അമേരിക്കയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ചൈന ചില കള്ളക്കളികളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഹോങ്കോങ്ങും തായ്വാനിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചൈന നടത്തുന്ന കള്ളക്കളികൾ അതെന്തൊക്കെയാണ്? ശരിക്കും തന്നെ പറഞ്ഞാൽ ശരിക്കും അമേരിക്ക വ്യാപാര യുദ്ധത്തിന്റെ പേരിൽ ചൈനയ്ക്ക് നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കാം. ചൈന ഏതാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് ചൈന ഏതാണ്ട് ഒറ്റപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മറ്റ് ചില കളികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ചൈന തന്നെ പറഞ്ഞില്ലേ ഹോങ്കോങ്ങിൻ്റെ കാര്യം. ഈ ഹോങ്കോങ്ങിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്ട് 1842 മുതൽ ബ്രിട്ടീഷ് കോളനിയായ പ്രദേശമാണ് ഹോങ്കോങ്. ഈ ഹോങ്കോങ്ങിൽ ഇപ്പോൾ ചൈന നടത്തുന്ന കള്ളക്കളിയുടെ ഫലമായിട്ട് അവിടുത്തെ അവസാനത്തെ പ്രതിപക്ഷ പാർട്ടിയും പിരിച്ചുവിടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷ കക്ഷികൾ ഇനി ഹോങ്കോങ്ങിൽ വേണ്ട. അപ്പോൾ ചൈനയ്ക്ക് ചൈനയുടേതായ പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർത്തുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഹോങ്കോങ്ങിൽ പ്രവർത്തിച്ചിരിക്കുന്ന പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. ആ പാർട്ടിയെയാണ് പിരിച്ചുവിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 1842 മുതൽ ഇവരുടെ കോളനി ആയിരുന്ന ഹോങ്കോങ്ങിന് ഞങ്ങൾക്ക് വേണമെന്ന് ചൈന ആവശ്യപ്പെടുകയും അങ്ങനെ 1997 ചൈനയ്ക്ക് തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ചില എഗ്രിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ബേസിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2047 വരെ ഒരു സ്വയംഭരണാവകാശമുള്ള സർക്കാരായിരിക്കും ഹോങ്കോങ് ഭരിക്കുന്നത്. പക്ഷേ നിയന്ത്രണം ചൈനയുടെ കയ്യിലാണ്. ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചൈന അതിനകത്തൊക്കെ ഉരുക്കുമുഷ്ടിയുമായിട്ട് കയറി ഇടപെടുകയും അവിടുത്തെ പല കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഹോങ്കോങ്ങിലെ അവസാനത്തെ പ്രതിപക്ഷ പാർട്ടിയും കൂടി ഇല്ലാതാകുന്നു എന്ന് വെച്ചാൽ ചൈന നിയന്ത്രിക്കുന്ന ചൈന ഭരിക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും ഇനി ഹോങ്കോങ്ങിലേക്ക് പോവുക. 2019 മുതൽ ഹോങ്കോങ്ങിൽ ജനാധിപത്യ മൂല്യങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നു, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിലപാട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ സമരം നടത്തി. അതിങ്ങനെ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്നീട് ജയിലിലടക്കുകയും ക്രൂരമായ ഒരുപാട് പീഡനങ്ങൾക്കൊക്കെ വിധേയമാക്കുകയും ചെയ്തതിൻ്റെ സൂചനകളും പുറത്തു വരും. എന്തായാലും നിലവിൽ ആ ഓപ്പോസിഷൻ പാർട്ടി ഒന്നിച്ച് പറയുകയാണ്, ഞങ്ങൾ ഇനി ഒരു പ്രതിപക്ഷ കക്ഷിയായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമില്ല, ഞങ്ങളത് പ്രവർത്തിക്കുന്നില്ല, നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോൾ അവിടെ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടി. ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടിയപ്പോൾ 110 പേരാണ് അതിൽ പങ്കെടുത്തത്. അതിൽ 90% പേരും പറയുന്നത് ഈ പാർട്ടി പിരിച്ചുവിടണമെന്നാണ്. എന്തിനാണ് ഈ പാർട്ടി പിരിച്ചുവിടുന്നത്? വലിയ അത്ഭുതമല്ലേ? അപ്പോൾ ഈ പാർട്ടി പിരിച്ചുവിടുന്നത് എന്തിനാണെന്നതിനെക്കുറിച്ച് ഈ പാർട്ടിയുടെ അധ്യക്ഷനായ ലോക്കിൻ ഫെയ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ചൈനയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടോ? അപ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല. അങ്ങനെയല്ല, പാർട്ടി പിരിച്ചുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചു, കേന്ദ്ര കമ്മിറ്റി ആലോചിച്ചതാണ്, 1994 ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു, ഇനി ഞങ്ങൾ ആ പ്രവർത്തനം അങ്ങ് നിർത്തുന്നു, ഞങ്ങൾക്ക് വേണ്ട പാർട്ടി. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നിർത്തുന്നു. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ചൈനയിലെ ഭരണകൂടം വന്ന് ഭീഷണിപ്പെടും, മര്യാദയ്ക്ക് നിർത്തി പൊക്കോണം എന്ന് നമ്മൾ പറയത്തില്ല മലയാളത്തിൽ. എന്ന് പറയുന്നതിന് തുല്യമായ ഒരു ഭീഷണി ഒരു പക്ഷേ ഹോങ്കോങ്ങിനുണ്ടാകും. ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാവസായിക വാണിജ്യ നഗരം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നഗരത്തെ, ആ ഒരു രാജ്യത്തെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാനായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബ്രിട്ടനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നിലപാട് പറ്റില്ല. 2047 വരെ അവർക്ക് സ്വയംഭരണാവകാശമുള്ള ഒരു രാജ്യമായിട്ട് നിലനിൽക്കാനുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. അവിടേക്കാണ് ഈ ചൈന കയറി ഇടപെടൽ നടത്തുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രതിപക്ഷ കക്ഷികൾ ഒഴിഞ്ഞു പോയാൽ ഹോങ്കോങ് പിന്നെ ചൈന പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു രാജ്യമായി മാറാൻ പറ്റുകയുള്ളൂ. അപ്പം ഡിസംബറിൽ അവിടെ ഇലക്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ഈ ഭരണകക്ഷിക്കെതിരെ സ്വാഭാവികമായിട്ടും ഡെമോക്രാറ്റിക് പാർട്ടി ഇലക്ഷൻ നിൽക്കും. അങ്ങനെ നിന്നാൽ ഒരുപക്ഷെ അധികാരമൊക്കെ മാറി പറയാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കാലേ കൂട്ടി ചൈന ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തനം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. പക്ഷേ കൃത്യമായ തെളിവുകൾ വരില്ല. അറിയാലോ, ചൈന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഒരു ഉരുക്ക് ചട്ട അല്ലെങ്കിൽ ഒരു ഇരുമ്പ് മറയുണ്ട്, അവിടുത്തെ പല കാര്യങ്ങളും പുറത്തേക്ക് അറിയില്ല. അപ്പോൾ റഷ്യയും ചൈനയുടെയൊക്കെ ഒരു പിന്തുണയുണ്ട്, ചൈനയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇവിടെ ട്രംപ് ഭരണകൂടം ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു, താരിഫ് കൂട്ടുന്നു, ട്രേഡ് വാർ നടത്തുന്നു. ഈ സമയത്തൊക്കെ ചൈന മറ്റൊരു വശത്തേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ആ ഭാഗത്തെ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ഡെമോക്രാറ്റിക് അംഗമായ പല ആളുകളും എന്തുകൊണ്ടാണ് ഈ പാർട്ടി പിരിച്ചുവിട്ടതെന്ന് ജനങ്ങളോട് തുറന്നു പറയുന്നില്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായത്, ബ്രിട്ടീഷ് എം പി ആയ വെര ഫോപ്പ് ഹൗസ് എന്ന് പറയുന്ന സ്ത്രീ, ഇവർ ഈ പറയുന്ന ഹോങ്കോങ്ങിലേക്ക് വരുന്നു. അവരുടെ മകൻ ജോലി ചെയ്യുന്നത് ഈ ഹോങ്കോങ്ങിലാണ്. ആ മകനെയും അതുപോലെ കുടുംബത്തെയും കാണാനാണ് വന്നതെന്ന് പറഞ്ഞെങ്കിലും ഇവരെ അതിനുള്ള അനുവദിക്കുന്നില്ല. വിമാനത്താവളത്തിൽ വെച്ച് ഇവർ തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്? 1997 ശേഷം ഇതുവരെ ഈ ഹോങ്കോങ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതിനെതിരെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായ ഡേവിഡ് ലാമി തന്നെ ചില പ്രസ്താവനകൾ ഇറക്കി. ഇതിന് മറുപടി ഒന്നുകിൽ ഈ പറയുന്ന ചൈന പറയണം, അല്ലെ ഹോങ്കോങ് പറയണം, ഇതില്ലാതെ
ഞങ്ങൾ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പീൻസ്, തായ്വാൻ, ജപ്പാൻ തുടങ്ങിയൊക്കെ തന്നെ ഈ ചൈനയ്ക്കെതിരായ നിലപാടെടുക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇവരെന്ത് സംസാരിക്കും, എന്ത് പറയും എന്നൊന്നും മനസ്സിലാക്കാനേ പറ്റില്ല. അപ്പോൾ ചൈന ഇവരെല്ലാം തന്നെ ശത്രുപക്ഷത്ത് നിർത്തി ചില നിലപാടുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ചൈന നാവികശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ചില നീക്കങ്ങളൊക്കെ നടത്തുന്നത്. അതായത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഡോക്ക് എന്ന് പറയുന്ന സൈനികർക്ക് ഈ സമുദ്രഭാഗത്തേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചേരാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പിന്നിൽ ചില ആക്രമണ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം 1940 ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തൈവാൻ്റെ കാര്യത്തിലാണ്. ഇപ്പം 45 മുതൽ 49 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ചൈനീസ് ആഭ്യന്തര യുദ്ധം നടന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതുക്കെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. അന്ന് പിടിച്ചെടുത്തപ്പം റിപ്പബ്ലിക് ഓഫ് ചൈന ഗവൺമെൻറ്റിന് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അവർ പിന്നീട് പോയത് തായ്വാനിലേക്കാണ്. അതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി, തർക്കങ്ങളുണ്ടായി. അപ്പോൾ ചൈനയ്ക്കെതിരെ ആരൊക്കെ നിൽക്കുന്നോ അവരെയൊക്കെ തീർക്കാനായിട്ട് എല്ലാ കാലവും ചൈന ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി അതൊരു വലിയ അസ്വസ്ഥത ചൈനയെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ കയറി ഉടായ്പ കാണിച്ച് അവരെ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കുക, ആ രാജ്യത്തിന്റെ സമാധാനം തകർക്കുക, ഇതൊക്കെയാണ് ചൈന ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ സാമ്പത്തിക, നയതന്ത്ര, സൈനിക മേഖലയിലെല്ലാം തന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ തായ്വാന് മേൽ ചൈന ചെലുത്തുന്നുണ്ട്. അപ്പോൾ 2021 ദേശീയ സുരക്ഷാ നിയമം ചൈന നടപ്പാക്കിയതോടുകൂടിയാണ് ഹോങ്കോങ്ങിൻ്റെ കാര്യത്തിലുള്ള നിലപാടുകൾ മാറിയത്. അപ്പോൾ രാഷ്ട്രീയമായ മേഖലയിൽ ബീജിംഗ് വളരെയധികം സ്വാധീനം അവിടെ ചെലുത്തുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രക്രിയയിൽ എല്ലാ മാറ്റങ്ങളും ഇപ്പോൾ ഹോങ്കോങ് തന്നെ നടപ്പാക്കിയാൽ മതിയെങ്കിലും സത്യത്തിൽ ചൈനയിലെ ഉന്നത നിയമനിർമ്മാണ സഭയുണ്ട്. അതായത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ഒന്നുകിൽ അവരറിയണം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയണം. അല്ലാതെ നിലപാടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹോങ്കോങ് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും ചൈന എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊരു നിബന്ധന മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല വ്യാപാരം, ആശയവിനിമയം, ടൂറിസം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഹോങ്കോങ്ങിന് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാം. അതിനൊന്നും ചൈന തടസ്സം നിൽക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതേ ഹോങ്കോങ്ങിൻ്റെ തന്നെ നയതന്ത്രവും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ ബീജിംഗ് ആണ് ഇടപെടുന്നത്. അപ്പോൾ ബീജിംഗ് അറിയാതെ ഒരു കാര്യവും അവിടെ നടക്കരുത്. അതുകൊണ്ടാണ് ഹോങ്കോങ്ങിലെ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആകെ ഒരു പ്രതിപക്ഷ പാർട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡെമോക്രാറ്റിക് പാർട്ടിയെ അവർ ഇല്ലാതാക്കുന്നു. തൈവാനിൽ ഏത് നിമിഷവും ഒരു ആക്രമണമൊക്കെ നടത്തി അവരെ അറ്റാക്ക് ചെയ്യാം. ഇപ്പോൾ അമേരിക്ക സംരക്ഷണം നൽകുന്നതുകൊണ്ടാണ് പല ഭാഗത്തും ചൈനീസ് ഇടപെടലൊന്നും നടത്താത്തത്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഡൊണാൾഡ് ട്രംപും ഈ ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ട്രേഡ് വാറിലൂടെ ചൈനയെ ഒറ്റപ്പെടുത്താനും ചൈനയ്ക്ക് മേൽ തുടർച്ചയായി താരിഫ് വർദ്ധിപ്പിക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചൈനയുടെ കൂടെ ചേരുമെന്ന് ഒരു കാലത്ത് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ യൂറോപ്യൻ യൂണിയനൊന്നും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഇന്ത്യയിലേക്ക് വമ്പൻ നിക്ഷേപം നടത്താമെന്ന് ചൈന നേരത്തെ പറഞ്ഞു. ഇപ്പം ഈ കാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് $1 ബില്യൺ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ പീയൂഷ് ഗോയൽ അതുപോലെ തന്നെ നമ്മുടെ ജയശങ്കർ മന്ത്രിമാരൊക്കെ പറയുന്നു ഞങ്ങളുടെ നിയമമുണ്ട് ഇവിടെ, ഈ നിയമത്തിനനുസരിച്ച് ചൈന എപ്പോഴെങ്കിലും പ്രവർത്തിക്കുമെന്ന് തോന്നിയാൽ മാത്രം അത്തരം നിക്ഷേപത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. ഇപ്പോൾ അമേരിക്ക ടെസ്ല കാറുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു നിക്ഷേപം നടത്താനൊക്കെ ശ്രമിച്ചു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. ഒടുവിൽ ഡൊണാൾഡ് ട്രംപും അതുപോലെ മോദിയും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് അതിന് അനുവാദം നൽകിയത്. അതുപോലെയല്ല ചൈന എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അത് ബൾക്കായിട്ടുണ്ടാക്കി തദ്ദേശീയമായ കമ്പനികളെ തകർത്തുകൊണ്ട് ആ രാജ്യത്തെ മുച്ചൂട് മുടിക്കാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ചൈനയ്ക്ക് അവിടെ ഒന്നും ഒരു നിലനിൽപ്പില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ അവരുടെ ഭാവി എന്താകുമെന്ന് പോലും സംശയിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ലോകത്തെ പല കമ്പനികളും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ കമ്പനികളൊക്കെ പതുക്കെ അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റും. ഇനി ഞങ്ങൾ അവിടെ നിക്ഷേപം നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ചൈനയെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്താനായിട്ട് അമേരിക്ക എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യയുടെ ഒരു പിന്തുണയോടുകൂടി അല്ലെങ്കിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി പ്രതിരോധിക്കാമെന്നാണ് ഇത്രയും നാൾ ഷീ ജിൻപിങ് കരുതിയത്. പക്ഷേ ആ പ്രതീക്ഷകൾ, ആ സങ്കല്പങ്ങളെല്ലാം മാറി നിൽക്കുക. ഇപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശ് ഇടയ്ക്ക് ചൈനയിൽ പോയി, ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഈ ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയും ഞങ്ങൾ ഈ സിലിഗുരി മേഖലയിലടക്കം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചൈന അനങ്ങിയില്ല. അപ്പോൾ ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയെ പിണക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ചൈനയ്ക്ക് സാധ്യമല്ല. ഒപ്പം അവരുടെ കാലാകാലങ്ങളായുള്ള ചില സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ ഹോങ്കോങ്ങിലായിക്കോട്ടെ, തായ്വാനിലായിക്കോട്ടെ, ഈ സ്വപ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സൈനികരുടെ ഒരു ശക്തി നമ്മൾ കാണണം. കാരണം ഏതെങ്കിലും മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, ആഭ്യന്തര കാര്യങ്ങളിൽ അതുപോലെ തന്നെ വ്യാപാര കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അവർ ടെൻഷനായിട്ട് ഒരു
മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറുമേഖലയിൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ രാജ്യം പിടിച്ചെടുക്കാനോ തങ്ങളുടെ ആധിപത്യം പുലർത്താനോ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ബഹുമുഖ മേഖലയിലേക്ക് ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ ചൈനയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഈ പറയുന്ന അമേരിക്കയുടെ വലയിൽ ചൈന വീടില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹോങ്കോങ് എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും ഇല്ലാതായി ചൈനയുടെ വലയിലേക്ക് പൂർണ്ണമായും വന്ന് വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, ചൈന ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.